ഈ യൂട്യൂബ് ചാനലുകൾ പരീക്ഷയുടെ തലേ ദിവസമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലോ യൂട്യൂബ് ചാനലുകളിൽ വിശകലനം നടത്തുന്ന പ്രവണത അവസാനിപ്പിക്കാൻ ഇത്തരം യൂട്യൂബ് ചാനലുകളെ എക്സാം തലേ ദിവസവും അതുമായി ബന്ധപ്പെട്ട് വിശകലന യൂട്യൂബ് ചാനലുകളെ ബാൻ ചെയ്യാനും അത് സ്റ്റോപ്പ് ചെയ്യാനുമുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളണം. DD ഉൾപ്പെടെയുള്ള ആളുകൾ നിരവധി തവണ പരാതി നൽകിയിട്ടും അത് ചെവിക്കൊള്ളാനോ അന്വേഷണം പ്രഖ്യാപിക്കാനോ തയ്യാറാവാത്തതാണ് വീണ്ടും ഇത് ആവർത്തിക്കാൻ കാരണം. അതിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ താല്പര്യം എന്താണ് എന്ന് അറിയാൻ KSU ആഗ്രഹമുണ്ട്. ഞങ്ങൾ ആശങ്കപ്പെടുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ മുഴുവൻ മേളകളും സ്പോൺസർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്, ഇത്തരം സ്വകാര്യ ട്യൂഷൻ സെന്ററുകളാണ്. അവരുടെ വലിയ പണം വാങ്ങിക്കൊണ്ട് കലാകായിക മേളകളൊക്കെ സ്പോൺസർഷിപ്പ് വാങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ ഏജൻസികൾ. അതുകൊണ്ടായിരിക്കുമോ ഇതിൽ പ്രോപ്പറായുള്ള അന്വേഷണം നടക്കാത്തതെന്ന് KSU ആശങ്കപ്പെടുന്നു. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണം. ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട് KSU സമരം നടത്തി. ആ സമരത്തിന്റെ പിറ്റേ ദിവസം DD വിദ്യാഭ്യാസ വകുപ്പിന് അയച്ച റിപ്പോർട്ടാണ്. അതിൽ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി DD പറയുന്നുണ്ട്, കൊടുവള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന MS സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിലെ ഷുഹൈബ് ഇയാളുടെ നേതൃത്വത്തിലാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോരുന്നത് എന്ന് കൃത്യമായി DD സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും ഇയാൾക്കെതിരെ ഓണപരീക്ഷ കഴിഞ്ഞ് ഈ നിമിഷമായിട്ടും ഒരു അന്വേഷണം നടന്നില്ല എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇത്തരക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള താല്പര്യമാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് KSU പറയുന്നത് ഇത്തരക്കാരെ നിലക്ക് നിർത്താൻ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇവിടെ പരീക്ഷകൾ നടക്കില്ല എന്ന് അവർക്ക് ബോധ്യമുണ്ടാവണം. അതുകൊണ്ട് KSU ആവശ്യപ്പെടുന്നത് നിലവിൽ നടത്തിയ ഇംഗ്ലീഷ് പരീക്ഷയടക്കം റദ്ദാക്കിക്കൊണ്ട് ഇതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തി കുറ്റക്കാരെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഈ മാഫിയ പ്രവർത്തനം ഇനിയും ഇവിടെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. വലിയ ഉന്നതമായ രാഷ്ട്രീയക്കാരാണ് ഇവരെ സംരക്ഷിക്കുന്നത് ഭരണതലത്തിലെ. സമരത്തിലേക്ക് പോവേണ്ടി വരും. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ ചിന്താശേഷിയെ, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ് ഒക്കെ ആർജിച്ചെടുക്കേണ്ടത് നമ്മൾ ഹൈസ്കൂൾ കാലഘട്ടത്തിലും ഹയർ സെക്കൻഡറി കാലഘട്ടത്തിലുമാണ്. ആ കഴിവിനെയൊക്കെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കിയാണ് ക്യാപ്സ്യൂളുകൾ നൽകിക്കൊണ്ട്, പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ നൽകിക്കൊണ്ട്, അതിന്റെ ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥാപനത്തിൽ ഒരു അധ്യാപകൻ ഇന്നലെ ഞങ്ങൾ വിളിച്ചതാണ്, കോപ്പി പിടിച്ചു. രാവിലെ കുട്ടി എഴുതിക്കൊണ്ടുവന്ന കോപ്പി പിടിക്കുകയാണ്. ഒരു വലിയ പേപ്പറാണ്, മുഴുവൻ ഉത്തരങ്ങൾ എന്താണോ എക്സാമിന് ചോദിക്കേണ്ടത് 1 മുതൽ ഏറ്റവും അവസാനത്തെ ചോദ്യം വരെയുള്ള ഉത്തരങ്ങൾ അടങ്ങിയ പേപ്പറുകൾ പിടിച്ചെടുക്കുകയാണ്. ഈ രീതിയിൽ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നത് ഈ ഭരണകൂടത്തിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും സമീപനമാണ്. KSU ഇതുമായി ബന്ധപ്പെട്ട് കേരള ഗവർണർ, SP, റൂറൽ SP, കോഴിക്കോട് വിജിലൻസ് SP എന്നിവർക്ക് KSU പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ചോദ്യപേപ്പർ ചോർച്ചയും ഇതിലെ അധ്യാപകരും ട്യൂഷൻ സെന്ററും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതരും തമ്മിലുള്ള ബന്ധം പരിശോധിക്കണം. ഇതിനിടയിലുള്ള സാമ്പത്തിക താല്പര്യം, വിദ്യാഭ്യാസത്തെ കച്ചവടം ചെയ്യുന്ന സാമ്പത്തിക താല്പര്യമാണ് ഈ രീതിയിലേക്കുള്ള പ്രവണതകൾ ഇവിടെ ഉണ്ടാവുന്നത്. മത്സരമാണ്, കോടികളുടെ നിക്ഷേപങ്ങൾ ഉണ്ടാക്കാൻ, വരുമാനമുണ്ടാക്കാൻ ഇവിടത്തെ പഠിക്കുന്ന മിടുക്കുള്ള വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ടാവരുത് എന്നാണ് അന്ന് KSU പറയുന്നത്. കഴിഞ്ഞ 2024 ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടല്ല നമ്മളത് പറയുന്നത്. കഴിഞ്ഞ ഓണപരീക്ഷയും അതിന്റെ മുന്നിലത്തെ ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സൈലത്തിന്റെ യൂട്യൂബ് ചാനൽ വന്നായിരുന്നു. കഴിഞ്ഞ ഓണപരീക്ഷയും 2023 ക്രിസ്മസ് പരീക്ഷയും. തീർച്ചയായും നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് എന്നോ വിദ്യാഭ്യാസ വകുപ്പ് ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് നിരീക്ഷിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ പോലീസ് സംവിധാനത്തിന് സാധിക്കുന്നില്ല. ഇത്തരം യൂട്യൂബ് ചാനലുകളിൽ വിദ്യാർത്ഥികളെ സ്വാധീനിക്കേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അശ്ലീല ചൊവ്വയോടെ സംസാരിക്കുകയാണ് MS സൊല്യൂഷന്റെ ഉടമയായ ഷുഹൈബ്. അതിനുപോലും നടപടിയെടുക്കാൻ, അതുപോലും കണ്ടെത്താൻ
നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ സാധിക്കുന്നില്ല എങ്കിൽ അത് വലിയ പരാജയമാണ്. നമ്മൾ പറയാറുണ്ട്, ഒരു കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് അറിയുന്നത് വിദ്യാലയങ്ങളിലെ അധ്യാപകർ നടത്തുന്ന കൗൺസിലിംഗ് ആണെന്ന്. എവിടെയാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾ അവസാനിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുക്കുന്നത്? അടിയന്തര നടപടികൾ കൈക്കൊണ്ട് ഇത്തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ, ക്ലാസ് എടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ, സൈലം ഉൾപ്പെടെയുള്ള MS സൊല്യൂഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ, സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ വർക്ക് ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി നടപടികൾ സ്വീകരിച്ച് പുറത്താക്കണം. വകുപ്പ് തല നടപടി സ്വീകരിച്ച് അവരെ പുറത്താക്കണമെന്നാണ് KSU ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് വമ്പൻ സ്പോൺസർഷിപ്പുകൾ ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മേളകൾ നടത്താൻ വമ്പൻ സ്പോൺസർഷിപ്പുകൾ വാങ്ങുകയാണ്. ആ സ്പോൺസർഷിപ്പ് വാങ്ങുന്നതിന്റെ കടമാണോ ഇവരോട് വഴിപ്പെട്ടുകൊണ്ട് ഇവരെ എന്തും ചെയ്തോട്ടെ, ഞങ്ങൾക്കതൊന്നും പ്രശ്നമല്ല എന്ന രീതിയിൽ സർക്കാർ ഇതിനെ കാണുന്നത്? ഇത് വലിയ വ്യാപകമായ പ്രയാസമുണ്ടായതിനു ശേഷമാണ് സർക്കാർ എന്ത് ചെയ്യുന്നത്, ഇതിൽ ഇടപെടുന്നത്. എന്നിട്ടും കൃത്യമായിട്ട് SP യോട് ചോദിക്കുമ്പോൾ SP-ക്ക് കൃത്യമായിട്ട് DGP-ക്ക് പരാതി നൽകിയെന്നൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നുണ്ടെങ്കിലും ഇവിടെ വിജിലൻസ് SP-യും ഇന്ന് പറഞ്ഞത് അത്തരമുള്ള പരാതി ഇവിടെ കിട്ടിയിട്ടില്ലാന്ന്. KSU ആണ് ആദ്യം പരാതി കൊടുക്കുന്നത്. പരാതി കൊടുത്തു. കോപ്പി ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് സമരം നടത്തുന്നതിന്റെ ഭാഗമായി KSU ഇന്നലെ വൈകിട്ട് MS സൊല്യൂഷന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തുകയുണ്ടായി. കൊടുവള്ളിയിലെ KSU-ന്റെ നിയോജകമണ്ഡലത്തിൽ പ്രതിഷേധ സമരം നടത്തുകയുണ്ടായി. തുടർ സമര പരിപാടികളുമായി സർക്കാരിന് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം, ഒന്ന്, ഇത്തരം ഓൺലൈൻ ചാനലുകളെ 2 ദിവസം കൊണ്ട് നിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ്. സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് KSU നോക്കിക്കാണുന്നത്. അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ KSU കൃത്യമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. കാരണം ഇത് വെച്ച് ഉറപ്പിക്കാൻ സാധിക്കില്ല. ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണ്. 2 ദിവസം കാത്തിരിക്കില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 2 ദിവസം. ഞങ്ങൾ അടുത്ത എക്സാമിന് മുന്നേ ഞങ്ങളത് വെയിറ്റ് ചെയ്യാണ്. അടുത്ത എക്സാം നാളെയാണ്. എന്ത് നടപടിയാണ് ഉണ്ടാവുക നോക്കട്ടെ. KSU സംസ്ഥാന പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിരുന്നു. KSU പിന്നെ നാളെ മുതൽ ആ സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. SP-ക്കും വിജിലൻസ് SP-ക്കും കേരള ഗവർണർ